ചാനൽ. നമ്മൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പോൾ 5 പേരെ കൊന്ന ഒരു ഫർസാൻ, അത് വെഞ്ഞാറമൂടാണ് ഉണ്ടായത്. ഇതെന്തിനുമാണ് ഇയാൾ കൊന്നത്? സ്വന്തം കുടുംബാദികളെയാണ് കൊലപ്പെടുത്തിയത്. ഇതെന്തിനാണ്? എന്തായാലും മദ്യത്തിൻ്റെ ഈ ഇന്നത്തെ ധൂർത്തായ ജീവിതത്തിൻ്റെ ഫലമായാണ് ഇത് സംഭവിച്ചത്. അതുമാതിരി ഇന്നലെ സ്കൂളിൽ ഒരു കൊലപാതകം നടന്നത്, നീ ഇനി രക്ഷപ്പെടില്ല, നിൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്നും കണ്ണിലാണ് അടി വീണെന്നും പറഞ്ഞിട്ടാണ് ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നതായ വാർത്തകൾ വരുന്നത്. അപ്പോൾ ലഹരി മുക്തമായ ഒരു കേരളം എന്നൊരു ക്യാമ്പയിൻ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി വച്ചിരിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും പരിപൂർണമായി സഹകരണം നൽകണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. പ്രത്യേകിച്ച് യുവജന സംഘടനകൾ, കേരളത്തിലെ യുവജന സംഘടനകൾ എന്ന് വെച്ചാൽ അവർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസ് ആയാലും MSF ആയാലും DYFI, ഏറ്റവും വലിയ സംഘടന DYFI ആണ്. DYFI ആയാലും അവർ ഇതിന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വിചാരിക്കും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും ഒരു വ്യാഖ്യാനം വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മദ്യ കച്ചവടം നടത്തുന്നുണ്ട്, അത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവരൊക്കെ വളർന്നു വന്നാൽ പിന്നെ ഭരണാധികാരികൾക്ക് വരെ ഇവരെ പിടിച്ചു കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയുക. നമ്മളെ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഓരോ യുവാക്കളും ഓരോ ആൾക്കാരും പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ അതിലെല്ലാം നമ്മൾ ഉത്തരവാദികളാണ്. നമ്മളും അതിൽപ്പെടുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. പ്രത്യേകിച്ച് ഞാനൊരു പാർട്ടി മെമ്പറും ആയ നിലയ്ക്ക്, ഇടതുപക്ഷത്തിൻ്റെ ഒരു പാർട്ടി മെമ്പറും കൂടിയാണ് CPIM-ൻ്റെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ ക്യാമ്പയിൻ തന്നെയാണ് തുടർന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ അവരുടെ ഒരു വാർത്ത കേട്ടു. കാരണം നമ്മുടെ ഈ തമിഴ്നാട്, ഗോവ മാതിരിയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, ടാങ്കർ ലോറികൾ, അങ്ങനെയുള്ള ലോറികൾക്ക് ഇവർ തമ്മിൽ ഒരേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിലും 800ഓളം പേരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എവിടെയെങ്കിലും ചെക്കിംഗ് ഉണ്ടെങ്കിൽ നീലച്ചട, അങ്ങനെ ഒരു കോഡ് ഭാഷയിൽ ഇവർക്കെല്ലാം അപ്പോൾ അതെത്തിച്ചു കൊടുക്കുകയാണ് എന്ന് പറയും. ഇതിനുള്ളിൽ പോലീസുകാരുടെയും ചില പോലീസുകാരുടെയും സപ്പോർട്ടും ഉണ്ടെന്നാണ് ഇന്ന് ഞാൻ അതിൻ്റെ സംപ്രേഷണം കേട്ടു റിപ്പോർട്ടർ ചാനലിൽ. അപ്പോൾ അതേറ്റവും നല്ലൊരു കാര്യത്തിനാണ് റിപ്പോർട്ടർ ചാനൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മയക്കുമരുന്നുകാരെ ഏരിയത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ പേരെങ്ങാനും പുറത്ത് പറഞ്ഞാൽ നമ്മളെ ഒരു കുന്നുകളയും എന്നുള്ളൊരു കണ്ടീഷനാണ്. ജനങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത്. ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ലക്ഷങ്ങൾ കടം വാങ്ങി നമ്മുടെ മക്കളെ നമ്മൾ ബാംഗ്ലൂരിലേക്കോ തമിഴ്നാട്ടിലേക്കോ എവിടേക്കെങ്കിലും ഒരു BSc നഴ്സിംഗ് കോഴ്സിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറാവാനോ നമ്മുടെ കേരളത്തിൽ ഇല്ലാതെ കാനഡയിലേക്കോ നമ്മൾ പറഞ്ഞേക്കുമ്പോൾ ഇവർ ലഹരി മാഫിയയുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ എന്താണ് അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കും. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ട്, ബോംബെയിലാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഒരു പെൺകുട്ടി ലഹരിക്ക് അടിമയായിട്ട് വളരെ അവിടെ വലിയ ആക്രോശം നടത്തുകയും അവിടുത്തെ വാർഡന്മാർ അവരെ പിടിക്കുകയും അവരെ ചവിട്ടുകയും ഒക്കെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് തോന്നിയത്. എത്ര കഷ്ടപ്പാടോടുകൂടി ബാങ്കിൽ ലോൺ എടുത്തു എല്ലാം കൊടുത്താണ് നമ്മുടെ സമൂഹം. ഇവരുടെ കയ്യിൽ, ഈ മയക്കുമരുന്ന് ലോബിയുടെ കയ്യിൽ ഇവർ എത്തിപ്പെട്ടി കഴിഞ്ഞാൽ, ആണായാലും പെണ്ണായാലും എത്തിപ്പെട്ടി കഴിഞ്ഞാൽ അവരുടെ ജീവിതം പോയി. പിന്നെ അവർ പറയുന്ന വഴിയിലൂടെ മാത്രമേ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നതാണ് എന്തെല്ലാം ആപത്തുകളാണ് കാണുന്നത്. 5 പേർ ഒരുത്തൻ കൊന്നു, അത് മദ്യത്തിൻ്റെ ലഹരിയിലാണെന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിൽ കണ്ടില്ലേ നടന്നത്. അതേമാതിരി ഒരാൾ ജയിലിൽ നിന്ന് പരോളിൽ വന്നും കണ്ട് 4 പേർ തട്ടി. ഇതെങ്ങനെയാണ് ഈ ചോരമണം പുരളാനായിട്ട് ചിറ്റി കൊണ്ടും ഈ ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? പണ്ടെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിലെല്ലാം 2 റൗഡികൾ ഏറ്റുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന നടന്നത്. ഇതല്ല, ഇത് ഒരു ജാതി പൈശാചികമായ ക്രൂരകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് സഹായിക്കുന്ന വിധത്തിലാണ് നമ്മുടെ മലയാളത്തിലായാലും ഹിന്ദിയിലായാലും കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് മാർക്കോ, അതേമാതിരി കുറേ റൈഫിൾ ഉണ്ട എന്ന് പറഞ്ഞിട്ട് പടങ്ങൾ, ഇങ്ങനെയുള്ള വയലൻസുള്ള പടങ്ങൾക്ക് ഒരിക്കലും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്.
എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക. നമ്മളെല്ലാവരും റിപ്പോർട്ടർ ചാനലിനോടൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ കേരള പോലീസിനെ പോലെ കഴിവുള്ള ഒരു പോലീസും ഇന്ന് നമ്മുടെ ഇന്ത്യയിലില്ല, ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പിടിക്കാവുന്ന ഒരു കേസ് ഇതൊക്കെ ഉള്ളൂ. അവരിൽ ചില പുഴുക്കുത്തുകളുണ്ടാവും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല സത്യസന്ധന്മാരായ ഓഫീസർമാരെ ഇതിന് വേണ്ട സ്ഥലത്ത് നിയോഗിച്ച് ഇവരെ നമ്മുടെ മുഖ്യമന്ത്രി ഇതിന് നടപടിയെടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. എല്ലാവരും റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ദൗത്യത്തിൽ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈ ബൈ ബൈ. കൈതപ്പുള്ളി ചാനൽ.